മോളിവുഡ് ടൈംസ് ഡാർക്ക് ഹ്യൂമറാണ് പരിപാടി. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അഭിനവ് സുന്ദർ നായിക്. ഇദ്ദേഹത്തിൻ്റെ നൂതനുണ്ണി അസോസിയേറ്റ്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് 2 മണിക്കൂർ 38 മിനിറ്റ് സിനിമ ഉണ്ട്. ഡാർക്ക് ഹ്യൂമർ ആയതുകൊണ്ടും ഇതിലെ ഡയലോഗുകൾ എനിക്ക് നല്ല രസം ഇങ്ങനെ കേട്ടിരിക്കാൻ. അതുപോലത്തെ ഡയലോഗുകളാണ് ഇദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ നെസ്ലൻ്റെ ഓറയ്ക്ക് പറ്റി, അതായത് നെസ്ലൻ്റെ ക്യാരക്ടർ പല സിനിമകളിലും സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെടുന്ന എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് മൊത്തത്തിലും ഒരു ട്രാൻസ്ഫോർമേഷൻ നെസ്ലൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത്. പിന്നെ ഇതിലെ ഡയലോഗുകൾ നല്ല കിഡിലൻ ഡയലോഗുകളായിരുന്നു എല്ലാ ക്യാരക്ടേഴ്സിനും കൊടുത്തത്. പിന്നെ കുറച്ച് വേറെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. സംഗീത് പ്രതാപ്, ഷാനവാസ്, പിന്നെ ഒരു ക്യാമിയോ റോൾ ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല. രണ്ട് ക്യാമിയോ റോൾസ് ഉണ്ട്. ആരൊക്കെയാണ് ഞാൻ പറയുന്നില്ല, സ്പോയിലറാണ്. പിന്നെ ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഡാർക്ക് ഹ്യൂമർ ആണല്ലോ പരിപാടി. ഡാർക്ക് ഹ്യൂമർ അത്രത്തോളം വർക്കായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതായത് കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല. അതായത് ഒരു ഡാർക്ക് ഹ്യൂമർ സിനിമ കണ്ടൊരു ഫീലിംഗ് തോന്നുന്നില്ല. അത് എസ്പെഷ്യലി ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയ സമയത്താണ് ഇത് ലോ ആയിപ്പോയത്. അത് ഫസ്റ്റ് ഹാഫ് കിഡിലൻ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. പക്ഷെ ആ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ച് സെക്കൻഡ് ഹാഫ് കണ്ട സമയത്ത് ചെറിയ രീതിയിലുള്ള ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായി. അതായത് സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ ഒരു ഡാർക്ക് ഹ്യൂമറിൻ്റെ കൂടെ ഒരു ഫീൽ ഗുഡും കൂടി മിക്സ് ചെയ്ത് മൊത്തത്തിലൊരു അവിയൽ പരിവായിപ്പോയി. എന്ന് വിചാരിച്ച് ഇതൊരിക്കലും ഒരു മോശം സിനിമയല്ല. നല്ല കിഡിലനായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഡയലോഗ്സ് ഉണ്ട്. പക്ഷെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് കുറച്ച് ക്ലൈമാക്സിലേക്ക് എത്തിയ സമയത്ത്, ക്ലൈമാക്സിലേക്കും സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി ക്ലൈമാക്സിലേക്ക് എത്തിയ സമയത്ത് കുറച്ച് വീക്കായിപ്പോയി, മീഡിയോക്കറായിപ്പോയി അത് മാത്രമാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു നെഗറ്റീവ് കാര്യം. ബാക്കി അഭിനയം എല്ലാ ആക്ടേഴ്സും ക്യാരക്ടേഴ്സും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ മോളിവുഡ് ടൈംസ് സിനിമയിൽ. എസ്പെഷ്യലി നെസ്ലൻ്റെ ലുക്സ്, നെസ്ലൻ്റെ ചെറുപ്പകാലത്ത് ചെയ്ത ഒരു കുട്ടിയുണ്ട്, കിഡിലൻ അഭിനയമായിരുന്നു. അപ്പം ഇതാണ് മോളിവുഡ് ടൈംസ് സിനിമയുടെ ഒപ്പീനിയൻ.